Hello, good evening. Welcome to Mahabharata Yuddham, the great Indian election battle. Yes, the great Indian election battle. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രത്യേക ഷോയാണിത്. മഹാഭാരത യുദ്ധം, the great Indian battle. Welcome. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി LDFൽ സീറ്റ് വിഭജനം പൂർത്തിയായി എന്നുള്ളതാണ് ഇന്നത്തെ പകലൊടുങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്ത. CPIM 15 കഴിഞ്ഞ തവണ മത്സരിച്ച അതേ ഇടങ്ങളിലാണോ എന്നതാണ് ചോദ്യം ഇനി ബാക്കിയുള്ളത്. സീറ്റുകൾ മാറുന്നുണ്ടോ എന്നത്. അതെ, നാലിടങ്ങളിലാണ് CPI മത്സരിക്കുക. അതെ, അധിക സീറ്റ് വേണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല. CPIയുടെ ആവശ്യവും പരിഗണിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യവും പരിഗണിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് മാത്രം, സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് RJD ആവശ്യപ്പെടുന്നതും അതും പരിഗണിച്ചില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥിതി തുടരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അടുത്ത LDF യോഗത്തിന് മുൻപ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. നമുക്ക് EPയുടെ വാക്കുകൾ കേട്ട് തുടങ്ങാം. നിലവിൽ തുടരുന്ന മണ്ഡലങ്ങളിൽ തന്നെ 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, അസാധാരണമായതൊന്നും സംഭവിച്ചില്ല, അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതേ ഇക്വേഷൻ, ഒരേ ഒരു മാറ്റമുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുമ്പോൾ കോട്ടയം സീറ്റ് വിട്ടുകൊടുക്കുന്നു എന്നത് മാത്രമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ LDF യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രണ്ടാമത്തെ സീറ്റ് മുഖ്യമന്ത്രി നിരാകരിച്ചത്? സോഷ്യലിസ്റ്റുകളെ എങ്ങനെയാണ് അനുനയിപ്പിച്ചത്? അരുൺ, ഇന്നത്തെ LDF യോഗത്തിൽ സീറ്റ് വിഭജനം മാത്രമായിരുന്നു അജണ്ട. അക്കാര്യം മാത്രമാണ് ചർച്ചയ്ക്ക് വന്നത്. സീറ്റ് വിഭജന ചർച്ചയിൽ CPIM നേതൃത്വം സ്വീകരിച്ച നിലപാട് 2019 എങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം നടന്നത് അതേ പാറ്റേൺ തന്നെ ഇത്തവണയും സ്വീകരിക്കാം എന്നതായിരുന്നു. നേരത്തെ തന്നെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയിരുന്നതിനാൽ അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എന്നാൽ മറ്റ് കക്ഷികൾക്ക് മാത്രമായിരുന്നു ഇക്കാര്യം ഒരു പുതിയ സമീപനമായി തോന്നിയത്. എന്തായാലും ചർച്ചയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം മുന്നോട്ട് വെച്ചു. CPI 4 സീറ്റ് എന്നുള്ള അവർക്ക് പഴയ സീറ്റുകൾ തന്നെ മത്സരിക്കാൻ നൽകി. എന്നാൽ CPM കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന 16 സീറ്റിൽ കോട്ടയം സീറ്റ് പുതിയ കക്ഷിയായ കേരള കോൺഗ്രസ് നൽകുന്നു എന്നാണ് മുഖ്യമന്ത്രിയും മറ്റും വ്യക്തമാക്കിയത്. എന്നാൽ രണ്ടാമതൊരു സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് തൽക്കാലം സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ആ നിർദ്ദേശത്തിന് കേരള കോൺഗ്രസ് വഴങ്ങുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് RJDയുടെ നേതാവായ ഡോക്ടർ വർഗീസ് ജോർജ് ഒരു സീറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. 1952 മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം നിലനിർത്താനെങ്കിലും ഒരു സീറ്റ് നൽകണം. മാത്രമല്ല ഈ സീറ്റ് വിഭജന കാര്യത്തിൽ അനുവർത്തിക്കാവുന്ന ശൈലി തമിഴ്നാട്ടിലെ DMK സഖ്യമാണ്. അവിടെ 40 സീറ്റിൽ 20 സീറ്റ് മാത്രമാണ് DMK മത്സരിക്കുന്നത്. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്കായി വീതം വെച്ച് നൽകുകയാണ് ഉണ്ടായത്. അതേ ഒരു രീതി ഇവിടെയും അവലംബിക്കണമെന്നും ഡോക്ടർ വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് യോജിച്ചില്ല. 2019 പാറ്റേൺ തന്നെ തുടരുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുമായി മുന്നോട്ട് പോകാം. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. ഓക്കെ, സുജിത്ത്, വ്യക്തമാണ്. അപ്പോൾ LDFിലെ കാര്യത്തിൽ ഇനി ആശങ്കയില്ല, സജ്ജമാണ്. സീറ്റ് വിഭജനം പൂർത്തിയായി. ഇനി ഒറ്റ ചോദ്യം മാത്രം ബാക്കി. ആരൊക്കെ സ്ഥാനാർത്ഥികൾ? അടുത്ത LDF യോഗത്തിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമാകുമെന്ന് EP ജയരാജൻ പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം, UDFിൽ എന്താണ് സ്ഥിതി? അതെ, LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ UDFിൽ ഇപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ലീഗ് അവിടെ തന്നെ നിൽക്കുന്നു. 3ാം സീറ്റ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ ഏത് സീറ്റ് കൊടുക്കുമെന്നതിലാണ് കോൺഗ്രസിന് ആശങ്ക. പക്ഷേ കോൺഗ്രസും ലീഗും തമ്മിൽ ധാരണയായിട്ടുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗിന് വേണ്ടിയാണെന്നുള്ളത് കട്ടായം. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിനെ അനുനയിപ്പെടുത്തേണ്ടതുണ്ട്. ഈ കോൺഗ്രസിനെയും നിലവിലുള്ള സമവാക്യങ്ങളിൽ മാറ്റം വരാത്ത രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട്, പരിഗണനയ്ക്കെടുക്കേണ്ടതുണ്ട്. UDF മനസ്സിലാക്കണം എന്നാണ് സാദിഖ് അലി തങ്ങൾ ഇന്ന് പറഞ്ഞത്. ലീഗിന്റെ ശക്തിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും. അതെ,
ഞാൻ മുമ്പ് പറഞ്ഞെങ്കിൽ 3 സീറ്റിൽ ഒതുക്കുന്നതാണ്. 15 തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കി. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് 3 അല്ല 4 ചോദിക്കേണ്ടതാണ്, പക്ഷെ ഞങ്ങൾ 3 ഒതുക്കി, ശക്തി മനസ്സിലാക്കി പരിഗണിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു മുന്നറിയിപ്പും ആ വാക്കുകളിലുണ്ടോ അഭിലാഷ്? സുജിയ, തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് അവർ പറയുന്നത്, കാരണം ലീഗിന്റെ ശക്തി എന്താണെന്ന് എല്ലാ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കോൺഗ്രസ് അത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഈ ആവശ്യം, അതായത് സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗിന് കൃത്യമായ നിലപാടുണ്ട്. 3 സീറ്റ് എന്നല്ല, അതിൽ കൂടുതൽ സീറ്റ് അവകാശപ്പെടാനുള്ള യോഗ്യത മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രത്യേകിച്ച് 14-ാം തീയതി UDF-ന്റെ നേതൃയോഗം ചേരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. കാരണം നേരത്തെ തന്നെ യൂത്ത് ലീഗ് അടക്കം വലിയ തരത്തിൽ ശക്തി പ്രകടനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിക്കണം എന്നുള്ള ആവശ്യം ലീഗ് നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കൊന്നും തങ്ങൾ വീഴില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് UDF-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഇപ്പോൾ വരുന്നത്. ലീഗ് കൃത്യമായി ലക്ഷ്യമിടുന്നത് വടകര, അതോടൊപ്പം തന്നെ കണ്ണൂർ, അതോടൊപ്പം തന്നെ കാസർഗോഡ് എന്നീ ഏതെങ്കിലും ഒരു മണ്ഡലം തങ്ങൾക്ക് മത്സരിക്കാൻ വേണമെന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും മുന്നിൽ വെക്കുന്നത്. ഏതായാലും ലീഗ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനകത്തുള്ള സീറ്റ് വിഭജന ചർച്ച കീറാമുട്ടിയായി തന്നെ അവശേഷിക്കുന്നു. ഒരു വശത്ത് LDF പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോഴും UDF-ന്റെ ഭാഗത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ പോവുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ തന്ത്രങ്ങൾ മുന്നണികൾ പയറ്റാൻ പോകുന്നത്, പ്രയോഗിക്കാൻ പോകുന്നത്. അതെ, സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നമ്മൾ അണിയറയിലേക്ക് കടന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അണിയറയിലേക്ക് കടക്കുമ്പോൾ സഭയുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും, സമസ്തയുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും, കരയോഗത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും, സമുദായ രാഷ്ട്രീയം. ദാറ്റ്സ് പെർഫെക്റ്റ്. സമുദായ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏതുതരം തന്ത്രങ്ങളാണ് മുന്നണികൾക്ക് മെരുക്കിയെടുക്കാനും മൂർച്ച കൂട്ടാനും ഉപയോഗിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് സമുദായങ്ങളുടെ വോട്ട് ബാങ്കിനെ പാർട്ടികളും മുന്നണികളും ലക്ഷ്യമിടാൻ പോകുന്നതെന്നാണ്. തുടക്കം നമുക്ക് മലപ്പുറത്ത് നിന്ന് തന്നെ തുടങ്ങാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തന്ത്രങ്ങൾ മെനഞ്ഞ് കരുക്കൾ നീക്കുകയാണ് മുന്നണികൾ. സാമുദായിക വോട്ട് ബാങ്കുകൾ കൂടി ലക്ഷ്യമിട്ടാണ് അണിയറയിലെ നീക്കങ്ങൾ. മുസ്ലിം വോട്ട് ആരുടെ കൂടാരത്തിലേക്ക് പോകും? അത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക, തങ്ങളുടെ കൂടാരത്തിൽ നിന്നും ഇടതു കൂടാരത്തിലേക്ക് കൊണ്ടുവരിക. ആ ലക്ഷ്യമാണ് മലപ്പുറത്തെ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നത്. സുജയ, കാലങ്ങളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒന്ന്, സമസ്തയിലെ ഒരു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്തി ഇടതുമുന്നണി അവിടെ ലീഗിനുള്ള ശക്തമായിട്ടുള്ളൊരു ചെക്കായിട്ട് മാറുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ലീഗിനെ തന്നെ ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. ലീഗിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പല കുറിയുള്ള പ്രസ്താവനകളും നമ്മൾ മൂന്നിലുടക്കി മുറുമുറുപ്പോടെ നിൽക്കുകയാണെങ്കിൽ ആ ക്ഷണം അടുത്ത വട്ടം ഒരു പക്ഷേ ഫലം കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. എങ്ങനെയാണ് മലപ്പുറത്തിന്റെ സമുദായ രാഷ്ട്രീയത്തെ ഇടതുമുന്നണി തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നത്? ആ തന്ത്രം എന്താണ്? ചാണക്യതന്ത്രത്തിന്റെ ഉൾവഴികളിലേക്ക്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണത്തിന് വഴിയൊരുക്കിയതിൽ മുസ്ലിം വോട്ട് നിർണായകമായെന്നാണ് ഇടതുപക്ഷത്തിന്റെ തന്നെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ നീക്കങ്ങൾ. മലബാറിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ സമസ്തയെ കൂട്ടുപിടിക്കാനാണ് CPM-ന്റെ ആഗ്രഹം. മലപ്പുറത്തടക്കം സമസ്തയ്ക്ക് കൂടി സമ്മതനായ സ്ഥാനാർത്ഥിയെ തേടുന്നുവെന്ന ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ ആ നീക്കത്തിന്റെ ഫലമാണ്. മുസ്ലിം ലീഗ് നേതൃത്വവും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിൽ തുടരുന്ന നേർക്കുനേർ ഏറ്റുമുട്ടലിലാണ് CPM-ന്റെ പ്രതീക്ഷ. മുസ്ലിം സമുദായത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും നയങ്ങളോടുമുള്ള വിരുദ്ധതയ്ക്കും അകൽച്ചയ്ക്കും ഗണ്യമായ കുറവ് വന്നതായും പാർട്ടി കരുതുന്നുണ്ട്. എന്നാൽ അത്തരം നീക്കങ്ങൾ തങ്ങൾക്ക് പോറൽ പോലും ഏൽപ്പിക്കില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ദേശീയ തലത്തിലടക്കം സമുദായം നേരിടുന്ന അരക്ഷിതാവസ്ഥയിൽ ആശങ്കയിൽ തുടരുന്ന മുസ്ലിം സമൂഹം ലീഗിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ ഉറച്ച ധാരണ. സമസ്തമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ താൽക്കാലിക വിഷയങ്ങൾ മാത്രമാണെന്നും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നുമാണ് നേതൃത്വം ആണയിടുന്നത്. മാത്രമല്ല, സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധരാണ് തർക്കങ്ങൾക്ക് കാരണമെന്നും അവരെ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടാനായതായും ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാത്ത സമസ്തയിൽ ഇത്തവണ ലീഗ് അനുകൂലികളുടെയും വിരുദ്ധരുടെയും രണ്ട് ചേരികൾ ശക്തിയാർജിച്ചുവെന്നതും ശ്രദ്ധേയമായ മാറ്റമാണ്. സ്ഥാനാർത്ഥി നിർണയങ്ങളടക്കം ഇത്തവണത്തെ സാമുദായിക വോട്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നുറപ്പ്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.
അഷ്കർ അലി കരിമ്പ തത്സമയം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, ദേശീയ തലത്തിലെ ഒട്ടേറെ ന്യൂനപക്ഷ വിഷയങ്ങൾ ഇടതുമുന്നണി തങ്ങൾക്കൊപ്പമാണ് എന്ന ഒരു പ്രതീതി കേരളത്തിലെ മുസ്ലിം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ UCC വിഷയത്തിലടക്കം ഇടതുമുന്നണി സ്വീകരിച്ച നിലപാടുകൾ, ഇടതുമുന്നണിയുടെ സെമിനാർ രാഷ്ട്രീയം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ സമസ്തയ്ക്കുള്ളിൽ ഒരു ഭിന്നിപ്പ് തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണോ ഇടതുമുന്നണി മലപ്പുറത്ത്? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ NRC CAA വിഷയങ്ങളിലടക്കം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സമസ്തയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ അടക്കം പൊതുരംഗത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരേ സമ്മേളനങ്ങളിൽ വേദി പങ്കിടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് സമസ്തയുടെ ചരിത്രത്തിൽ പോലും പതിവില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. ഒരു സമസ്ത അധ്യക്ഷനും സമസ്ത ജനറൽ സെക്രട്ടറിയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടൊപ്പം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് പൊതുവിഷയങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള. പക്ഷേ അത്തരം കാഴ്ചകൾക്കൊക്കെ നമുക്ക് സാക്ഷിയാവുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിന്റെ ഗുണമുണ്ടായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ അതേ തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഗുണം തങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. സമസ്തയിൽ തന്നെ ഒരു വിഭാഗം സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത് തങ്ങളുടെ വോട്ടായി മാറും. ആ വോട്ട് തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കൂടിയാണ് മലപ്പുറത്തും പൊന്നാനിയിലും അടക്കം സമസ്തയ്ക്ക് കൂടി സമ്മതനായ സ്ഥാനാർത്ഥികളെ തേടുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തെ എത്തിച്ചിരിക്കുന്നതും. എന്നാൽ ഇപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വം വലിയൊരു ആത്മവിശ്വാസത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരം തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് അത് സമസ്തയിലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗത്തോട് മാത്രമാണ്, ചില യുവ നേതാക്കളോട് മാത്രമാണ്, ഇല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോട് മാത്രമാണ്. അത് ഒരിക്കലും വോട്ടിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. പ്രത്യേകിച്ച് ദേശീയതലത്തിൽ NDA സർക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾ, ഇതെല്ലാം ഉയർത്തിയായിരിക്കും മുസ്ലിം ലീഗ് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരിക. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിലുപരി ലീഗിനോടൊപ്പം തന്നെ നിൽക്കാനായിരിക്കും ഈ സമുദായം ശ്രദ്ധിക്കുക എന്നാണ് മുസ്ലിം ലീഗും കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഭാഗവും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി പ്രത്യേകിച്ച് സമസ്തയുടെ വോട്ട് ആർക്ക് എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നീക്കങ്ങൾ നടത്തുക. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP വിഭാഗം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വോട്ട് ബാങ്കാണ്. അത് ഇത്തവണയും അവരോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി തന്നെ വോട്ടുകൾ വന്ന് വീഴുമെന്നാണ് ലീഗിന്റെ ഇപ്പോഴും കണക്കുകൂട്ടൽ. അരുൺ, ചുരുങ്ങിയത് മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന്റെ കോട്ട ഇളക്കാനുള്ള ഭിന്നിപ്പൊന്നും ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട്. സമസ്തയെ അവസാന നിമിഷം ഒപ്പം കൂട്ടാൻ സർവ്വം സമസ്തമയമാണ് ചിന്തകൾ ഇപ്പോൾ ഇടതുപക്ഷത്ത്. സമസ്തയുടെ സഹയാത്രികനെ കൊണ്ടുവരണം, സമസ്തയുടെ വോട്ട് കൊണ്ടുവരണം, സമസ്ത തന്നെ ഇങ്ങ് വന്നാൽ അത്രയും നല്ലത്. ജില്ലയിൽ തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി ലോക്സഭാ കളത്തിലേക്ക് മലപ്പുറത്തോ പൊന്നാനിയിലോ ഇറങ്ങും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ KT ജലീൽ അടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KT ജലീൽ നിർത്തിയാൽ നല്ലൊരു സ്ഥാനാർത്ഥിയുമാണ്, നല്ലൊരു ബെറ്റാണ്, ചുരുങ്ങിയ പക്ഷം പൊന്നാനിയിലെങ്കിലും. അതുപോലൊരു സമസ്തയ്ക്ക് താല്പര്യമുള്ള സഹയാത്രികനെ തപ്പിയാൽ കിട്ടാൻ അല്പം പാടുമായി, ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വതന്ത്രനെ തേടിയുള്ള അലച്ചിൽ തുടരുകയാണ്. എടുക്കാനുണ്ടോ ഒരു സമസ്ത സ്വതന്ത്രനെ എന്നതാണ്, സഹയാത്രികനെ എന്നതാണ് ഇടതുമുന്നണിക്കുള്ളിലെ ചോദ്യം. ഇനി നമ്മൾ മലപ്പുറത്ത് നിന്നും ഇനി കോട്ടയത്തേക്കും ഒപ്പം തന്നെ ക്രിസ്ത്യൻ ബെൽറ്റുകളിലേക്ക് നമുക്കൊന്ന് പോകണം. മലപ്പുറത്ത് ലീഗിനെ കൂട്ടാനും മുസ്ലിം സമുദായത്തെ കൂട്ടാനും ഇടതുമുന്നണി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ എങ്ങനെയാണ് BJP അടക്കമുള്ളവർ കളത്തിലിറങ്ങി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലെ റാഫേൽ തട്ടിലിന്റെ പ്രധാനമന്ത്രിയുമായുള്ള സന്ദർശനം നമ്മൾ കണ്ടിരുന്നു. സൗഹൃദപരമാണ്, സർക്കാരിന് പിന്തുണയും പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ ശ്രദ്ധേയമായ ചില കൂടിക്കാഴ്ചകൾ കൂടി നടക്കുന്നു. യാക്കോബായ സഭയുമായാണ് നിർണായകമായ കൂടിക്കാഴ്ചകൾ. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച് ബില്ലും അജണ്ടയായേക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ശരത് കെ ശശി നമുക്കൊപ്പം. ശരത് കെ ശശി, ഈ ചർച്ച് ബിൽ അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബായ സഭ ഇടതുപക്ഷത്തിനോടൊപ്പം നിലയുറപ്പിച്ചിരുന്നു എന്ന തോന്നലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിൽ യാക്കോബായയ്ക്ക് അനുകൂലമായി നിലപാട് ഇടതുമുന്നണി എടുത്തു എന്നതായിരുന്നു ഓർത്തഡോക്സ് പക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. സുപ്രീം കോടതിയുടെ വിധി പോലും നടപ്പിലാക്കുന്നതിന് കാലതാമസം വരുത്തിയത് യാക്കോബായ വോട്ട് ബാങ്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ഓർത്തഡോക്സിലെ ചില മുതിർന്ന ബിഷപ്പുമാർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചർച്ച് ബിൽ അടക്കമുള്ള കാര്യങ്ങളുമായി യാക്കോബായ സഭയുടെ രാഷ്ട്രീയ നീക്കം എങ്ങനെയായിരിക്കും? ഇടതുമുന്നണി എങ്ങനെയായിരിക്കും യാക്കോബായ സഭയെ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുക, ചുരുങ്ങിയ പക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും?
അരുൺകുമാർ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് പാത്രിയാർക്കീസ് ബാവയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ പുത്തൻകുരിശിൽ യാക്കോബായ സഭാ സമ്മേളനം നടന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പാത്രിയാർക്കീസ് ബാവയും വേദി പങ്കിട്ടിരുന്നു. അവിടെ യാക്കോബായ സഭയുടെ അസ്തിത്വം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കൂടിക്കാഴ്ച പാത്രിയാർക്കീസ് ബാവയുമായി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സഭാതർക്കം വളരെ രൂക്ഷമാവുകയും ആ പശ്ചാത്തലത്തിൽ യാക്കോബായ സഭാ വിഭാഗത്തിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ചർച്ച് ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമൊക്കെ കൈക്കൊള്ളുകയും ചെയ്തത്. പക്ഷേ ആ ബില്ല് ഇതുവരെ നിയമമാകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭയുടെ ആശങ്കകൾ പാത്രിയാർക്കീസ് ബാവ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു സെമിത്തേരി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. അത് സർക്കാർ അത്തരം ബില്ലൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് പ്രാവർത്തികമാകാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പാത്രിയാർക്കീസ് ബാവ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാളെ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ബാവ വ്യക്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. താങ്ക് യു ശരത്. സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു. യാക്കോബായ സഭയിലെ അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യമന്ത്രിയെ കാണുന്നു. അങ്ങനെ വളരെ തിരക്കിട്ട കൂടിയാലോചനകളും സന്ദർശനങ്ങളും ഒക്കെ നടക്കുന്നു. സഭയുടെ രാഷ്ട്രീയം ആർക്കനുകൂലമാകുമെന്ന് മുന്നണികളും കണക്കുകൂട്ടുന്നു. 20-ൽ ആ സ്വാധീനം ഏറ്റവും അറിയേണ്ട ഒരു മണ്ഡലമുണ്ട്. അവിടേക്ക് പോയാലോ? കോട്ടയം. അക്ഷരനഗരിയായ കോട്ടയത്തിന് സഭാ രാഷ്ട്രീയം ഇത്രയധികം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളിക്കുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവില്ല. കോട്ടയം ഇത്തവണ കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേർക്കുനേർ പോരാട്ടം. അവിടെ BDJS ആണ് വരുന്നതെങ്കിൽ പോലും SNDPക്ക് കുറേയേറെ സ്വാധീനശേഷിയുണ്ട്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ ബെൽറ്റാണ് വളരെ പ്രധാനമായും കാര്യങ്ങൾ തീരുമാനിക്കുക. റബ്ബർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജോസഫോ മാണിയോ ആരാണ് കരുത്തിരുന്നവരുടെ പിൻഗാമികളിലൂടെ തെളിയിക്കാൻ പോവുകയാണ് കോട്ടയം. മത സാമുദായിക സംഘടനകൾക്ക് മികച്ച സ്വാധീനമുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഇത്തവണ സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെ നിശ്ചയിക്കും നോക്കാം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മതസാമുദായിക നിലപാടുകൾ മുന്നണികൾക്ക് അഗ്നിപരീക്ഷയാണ്. എല്ലാ വിഭാഗങ്ങളും ഉൾച്ചേരുന്ന 34% ക്രൈസ്തവരാണ് മണ്ഡലത്തിലെ പ്രബല വിഭാഗം. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തർക്കത്തിനിടെ മുഖ്യമന്ത്രിയുടെ പുത്തൻകുരിശ് പ്രസംഗം മണ്ഡലത്തിൽ ഇരു വിഭാഗങ്ങൾക്കിടയിലും ചർച്ചയാണ്. യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന സർക്കാർ നിലപാട് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇരു സഭകളുടെയും വികാരം പ്രതിഫലിക്കുമെന്നുറപ്പാണ്. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. ഈഴവർ 21.5%, 17% പേരെയാണ് നായർ സമുദായം പ്രതിനിധീകരിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെ പോലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട്. സമദൂരമാണെങ്കിലും NSS അടിയൊഴുക്കുകൾ എങ്ങോട്ടാകുമെന്ന ചിന്ത മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇത് LDF UDF സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും. SC വിഭാഗത്തിന് 10.7% സ്വാധീനമുണ്ട്. വിശ്വകർമ്മജർ ഉൾപ്പെടുന്ന മറ്റ് സമുദായങ്ങളും 10.8% പേരെ പ്രതിദാനം ചെയ്യുന്നു. മുസ്ലിം വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നത് 5.5%. തെരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ പങ്കും UDFനൊപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ് കോട്ടയം. പക്ഷേ കേരള കോൺഗ്രസും ഇടതുപാളയത്തിലെത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കോട്ടകളിൽ വിള്ളൽ വീണു. അതുകൊണ്ട് തന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഏത് കക്ഷിയാകും ജയിക്കുകയെന്ന രാഷ്ട്രീയ പ്രവചനം അസാധ്യമായിരിക്കുകയാണ്. റിപ്പോർട്ടർ TP പ്രശാന്ത്, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തുടരുകയാണ്. ഇനി കേരളത്തിൽ നിന്നും നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, അതിൽ തന്നെ സൗത്ത് ഇന്ത്യ നമുക്ക് ഇന്ന് എടുക്കാം. ഈ പ്രധാനപ്പെട്ട കാഴ്ച NDA നേരിടുന്ന വെല്ലുവിളി എങ്ങനെയാണ് തെക്കെടുക്കുക എന്നതാണ്. കാരണം വടക്കുറപ്പിച്ചു, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഉറപ്പിച്ചു, വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉറപ്പിച്ചു. ഒരുപക്ഷെ NDAയുടെ തെക്കോട്ടിറക്കം എങ്ങനെയാണ്, NDAയുടെ തെക്കോട്ടിറക്കം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഒട്ടേറെ വെല്ലുവിളികൾ മുൻപിലുണ്ട് എന്നതാണ് ഇന്ത്യ മുന്നണി നൽകുന്ന പ്രധാനപ്പെട്ട ഉത്തരം. നമുക്ക് നോക്കാം. തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വോട്ട് സാധ്യതകൾ, സീറ്റ് സാധ്യതകൾ എന്തായിരിക്കും? നമ്മുടെ മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സർവേകളുണ്ട്. ഒന്ന് ടൈംസിന്റെയും മറ്റൊന്ന് ഇന്ത്യ ടുഡേയുടെയും. മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ അടിസ്ഥാനത്തിൽ
തെക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാധ്യതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 ടൈമിലും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ NDAക്ക് ദക്ഷിണേന്ത്യയിൽ ആ അപ്രമാദിത്വം കാണിക്കാനായില്ല. കഴിഞ്ഞ തവണ കർണാടകയിൽ നേടി 25 സീറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിൽ അത്ഭുതങ്ങൾ കാട്ടാൻ തെക്കേ ഇന്ത്യയിൽ സാധിച്ചിരുന്നില്ല. ഇത്തവണയെങ്കിലും തെക്കു പിടിക്കാൻ തന്ത്രമുണ്ടോ NDAക്ക്? ആ കണക്കുകളും സർവേ ഫലങ്ങളും പരിശോധിച്ചാൽ കൃത്യമായ ഒരു സൂചന അതിലേക്ക് വരും. ഇനിയുള്ള തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടറിയണം. തെക്കേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സ്റ്റേറ്റ്, ഒട്ടേറെ അടിയൊഴുക്കുകൾ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. ഇപ്പോഴും ചലനങ്ങളുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ചന്ദ്രബാബു നായിഡു BJP അധ്യക്ഷനുമായി ചർച്ച നടത്തുന്നു. 30 സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കും. 5 സീറ്റുകൾ മുതൽ 7 സീറ്റുകൾ വരെ ചന്ദ്രബാബു നായിഡു മത്സരിച്ചാൽ BJP അവിടെ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. NDAയിലേക്ക് ഒരിക്കൽ അമിത്ഷാ അടച്ച ഡോർ തുറക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്. വെൽക്കം TDP എന്ന് NDA പറയുന്നു, BJP പറയുന്നത് സാക്ഷാൽ അമിത്ഷായുടെ BJP ആണ്. ഒരിക്കൽ അമിത്ഷാ അടച്ചിട്ടതാണ്. ഇറ്റ്സ് ഓപ്പൺ, ഇറ്റ്സ് ക്ലോസ്ഡ് ഡോർ എന്ന് പ്രഖ്യാപിച്ചതാണ്. അത് ബീഹാറിൽ തുറന്നു, ആന്ധ്രയിലും തുറക്കാം. 2019 കണക്കാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. 25 സീറ്റുകളിൽ അന്ന് രാജശേഖർ റെഡ്ഡിയുടെ കോൺഗ്രസ്, YSR കോൺഗ്രസ് 22 സീറ്റുകൾ നേടുമ്പോൾ തെലുങ്കുദേശം പാർട്ടി 3 സീറ്റുകൾക്ക് തൃപ്തിപ്പെടുകയും ഒരു കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിനെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടാതെ സംപൂജ്യരായി മടങ്ങേണ്ടി വരികയും ചെയ്തു BJPക്കൊപ്പം. അതായിരുന്നു ആന്ധ്രയുടെ പൊളിറ്റിക്സ്. YS കോൺഗ്രസിനും TDPക്കും ഇടയിലായി കിടക്കുന്ന ആന്ധ്രാപ്രദേശിലേക്ക് പുതിയ ചില മേജർ പ്ലേയേഴ്സ് കൂടി എത്തിയിട്ടുണ്ട്. നൺ അതർ ദാൻ പവൻ കല്യാൺ, JSP എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. JSP ഇതിനകം തന്നെ NDA പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ജഗൻ പാളയത്തിലേക്കുള്ള വഴിയിലാണ്. ജഗനും എത്തിക്കഴിയുകയാണെങ്കിൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് കോൺഗ്രസ് മാത്രമായിരിക്കും. അവിടെ ആകെ അവശേഷിക്കുന്നത് ആരാണിപ്പോൾ? ശർമിളയാണ്. ശർമിളയെ കൊണ്ടുവന്ന് അധ്യക്ഷയാക്കിയതിന്റെ പ്രയോജനം എന്തെങ്കിലും ഷർമിള മാജിക് സംഭവിക്കുമോ എന്നതാണ്. പക്ഷേ കണക്കുകൾ പറയുന്നത് നോക്കൂ. ഇന്ത്യ ടുഡേ സർവേയാണ് നമ്മൾ ഇനി ആദ്യം കാണാൻ പോകുന്നത്. 2024 തിരഞ്ഞെടുപ്പ് ഇന്ത്യ ടുഡേയുടെ പ്രൊജക്ഷൻ പ്രേക്ഷകർക്ക് കാണാം. ആകെയുള്ള 25 സീറ്റുകളിൽ YSRCP 8 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും TDP 17 സീറ്റുകളിലേക്ക് കുതിക്കുമെന്നും അറിയുന്നു. മറ്റുള്ളവർ സംയോജിതരായി തുടരുമെന്നും. അങ്ങനെയാണെങ്കിൽ TDP ഒപ്പം കൂട്ടിയാൽ NDAക്ക് അത് ലാഭമാണ്. അതുകൊണ്ടാണ് അവസാന വട്ട ചർച്ചകൾ നടക്കുന്നത്. ഇന്ത്യ ടുഡേ സർവേ റിസൾട്ട് പുറത്തു വന്ന ഉടനാണ് വളരെ നിർണായകമായ നീക്കം TDPയുമായി BJP നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചന്ദ്രബാബു നായിഡുവിനെ അമിത്ഷാ വിശേഷിപ്പിച്ച വാക്ക് ഇങ്ങനെയായിരുന്നു, യു ടേൺ CM എന്നാണ്. പലപ്പോഴും വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനാണ് ചന്ദ്രബാബു നായിഡു. ആ ചന്ദ്രബാബു നായിഡുവിനെ NDAയിൽ നിന്ന് 2019 ചവിട്ടിപ്പുറത്താക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സ്വീകരിക്കുന്നു. കാരണം ഈ മാറ്റമാണ്. ഇന്ത്യ ടുഡേയുടെ ഈ സർവേ പ്രൊജക്ഷൻ പറയുകയാണെങ്കിൽ 400 കടക്കണമെങ്കിൽ ആന്ധ്ര വേണം. കറക്റ്റ്, എക്സാക്ട്ലി. 17 സീറ്റുകൾ എന്നുള്ളത് ചെറിയ സീറ്റല്ല. 25-ൽ 17 ഒപ്പം നിർത്തുന്നു. ഒപ്പം തന്നെ YSRനെ കൂടെ കൊണ്ടുവന്നാൽ 8 സീറ്റുകൾ കൂടി കിട്ടിയാൽ 20. അതോടെ ഇന്ത്യ ബ്ലോക്ക് ആന്ധ്രയിൽ ഇല്ല എന്ന് തന്നെ പറയാം. സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യ ടുഡേ സർവേ BJPക്കും NDAക്കും നിർണായകമാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സർവേ കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വരാം. എന്താണ് ടൈംസ് നൗവിന്റെ സർവേ കൂടി നമ്മൾ പരിശോധിച്ചാൽ ടൈംസ് നൗവും പക്ഷെ പറയുന്നത് നേരെ തിരിച്ചാണ്. അതെ, YSR കോൺഗ്രസിന് 19, TDPക്ക് 6, NDAയും സംപൂജ്യം എന്ന് പറഞ്ഞാൽ സുജയ വളരെ കൗതുകമാണ്. NDA ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിഷിംഗിലാണ്. എങ്ങനാണെങ്കിലും ഈ YSRനെയും TDP ലാഭം കമ്പനിക്ക് എന്നുള്ളതാണ്. YSRന് 19, TDPക്ക് 6 എന്ന് ടൈംസ് നൗ തിരിച്ചു പറയുന്നു. ഇന്ത്യ ടുഡേ അപ്പോൾ ചുരുക്കത്തിൽ മേജർ 2 പ്ലേയേഴ്സ് ആണ്. പവൻ കല്യാൺ TDPയുടെ ഒപ്പം പോയതോടുകൂടി ഒരു പക്ഷേ 3-4 സീറ്റുകളിൽ ചലനമുണ്ടാക്കാൻ ശേഷിയുള്ള JSP TDPയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു, BJPയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു, NDAയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മേജർ പ്ലേയേഴ്സായ YSRCPയും TDPയുമാണ് പ്രധാനപ്പെട്ട. എന്തായാലും ടൈംസ് നൗവിന്റെയും ഇന്ത്യ ടുഡേയുടെയും കണക്ക് പ്രകാരവും അത് തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് വളരെ വേഗം ഒന്ന് പോകാം. എങ്ങനെയാണ് ഈ 2 പ്രൊജക്ഷൻസ് വരുമ്പോൾ അദ്ദേഹം ഇതിനെ കാണുന്നത് നോക്കാം. വെൽക്കം, ഗുഡ് ഈവനിങ് ശ്രീ ആനന്ദ് കൊച്ചുകുടി. 2 സർവേകളുടെ പ്രൊജക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. രണ്ടും 2 രീതിയിലുള്ള റിസൾട്ടാണ് തരുന്നതെങ്കിലും നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ YSRCPയും TDPയും ആ ഒരു ഫിഷിംഗ് നെറ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ആന്ധ്രയിലെ സാധ്യതകളെ നോക്കിക്കാണുന്നത്? ആന്ധ്രയിലെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ സീ വോട്ടറിൻ്റെ സർവേ, ഇന്ത്യ ടുഡേയുടെ സർവേ കുറച്ചുകൂടി വിശ്വസനീയമായി ഞാൻ കരുതുന്നു. കാരണം അവർ എല്ലാ ഒന്നിടവിട്ട മാസങ്ങളിൽ ഈ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് യശ്വന്ത് ദേശ്മുഖിൻ്റെ കീഴിലുള്ള സീ വോട്ടർ. അപ്പോൾ അവർ ഇതിനു മുൻപ് നടത്തിയ സർവേകളുമായിട്ട് നമുക്ക് താരതമ്യം നടത്താനുള്ള ഒരു
ഓപ്ഷൻ കൂടിയുണ്ട്. ഈ YSRCP അവിടെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവരുടെ ഭരണവിരുദ്ധ വികാരമൊക്കെ അവിടെയുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ പിടിച്ച് ജയിലിലിടുകയും അങ്ങനെ ചന്ദ്രബാബു നായിഡുവിന് ഒരു തിരിച്ചുവരവിനുള്ള അവസരം അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ചന്ദ്രബാബു നായിഡുവും ജഗനും പവൻ കല്യാണും ജനസേന പാർട്ടിയുടെ പവൻ കല്യാണും 3 പേരും ഒരേ സമയം ദില്ലിയിൽ നരേന്ദ്രമോദിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഈ ടൈംസ് നൗവിൻ്റെ സർവേയും ഇന്ത്യ ടുഡേയുടെ സർവേയും ഒക്കെ പുറത്തു വന്നത്. ഇന്ത്യ ടുഡേയുടെ സർവേ പുറത്തു വരുന്ന ദിവസം ഇവർ 3 പേരും ദില്ലിയിലുണ്ട്. എന്നിട്ട് ആരൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ BJP അവിടെ മിക്കവാറും ചന്ദ്രബാബു നായിഡുവിനെ തന്നെയായിരിക്കും കൂടെ കൂട്ടുന്നത്. കാരണം BJPയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയും ഒന്നിച്ചു വരുമ്പോൾ 2 പാർട്ടിക്കും ഗുണമായിട്ടുണ്ട്. 98-ൽ 99-ൽ 2014-ൽ ആ സമയത്തൊക്കെ ചന്ദ്രബാബു നായിഡുവിനും ഗുണമുണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തെലുഗുദേശവും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് YSRCPയെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല. YSRCPക്ക് അവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ NDAക്ക് അവിടെ ഇതിൽ ആരുടെ കൂടെ കൂടിയാലും അവർക്ക് ആ അതേഴ്സ് എന്ന കാറ്റഗറിയിൽ നിന്ന് ആ സീറ്റുകൾ പ്ലസ് BJPക്കും കുറച്ച് സീറ്റുകൾ, എത്ര സീറ്റാണോ ഈ കക്ഷികൾ, അതായത് YSRCPയുടെ കൂടെ കൂടിയാൽ അവരോ അല്ലെങ്കിൽ TDPയുടെ കൂടെ കൂട്ടിയാൽ അവരോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ എത്ര സീറ്റ് അവർക്ക് കിട്ടിയാൽ ശരി, നഷ്ടം ഇന്ത്യ ബ്ലോക്കിൽ തന്നെയാണ്. കേരളത്തിൽ ഇന്ത്യ ലാഭമാണ്. അത് YSRCP കിട്ടിയാലും ലാഭമാണ്, അതല്ല TDP കിട്ടിയാലും ലാഭമാണ്. TDP ആണെങ്കിൽ കുറച്ചുകൂടി അവരുടെ ഇക്വേഷന് ചേരുന്ന ഒരു പാർട്ടിയാണ്. അതായത് ഒരിക്കൽ ഹോം കമ്മിങ്. അതെ. അപ്പോൾ ഇനി നമ്മൾ തെലങ്കാനയിലേക്ക് പോകുന്നു. തെലങ്കാനയിൽ പക്ഷേ ആന്ധ്രാപ്രദേശിന്റെ പോലെ ആയിരുന്നില്ല. BJPയുടെ അക്കൗണ്ട് തുറന്നിരുന്നു. 4 ലോക്സഭാ സീറ്റുകളാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഉണ്ടായിരുന്നത്. 2019 തെരഞ്ഞെടുപ്പ് കണക്കുകൾ 17 സീറ്റുകളിൽ BRS നേടിയത് 9 സീറ്റുകൾ, BJP നേടിയത് 4 സീറ്റുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3, AMM ഒവൈസിയുടെ പാർട്ടി 1 സീറ്റ്. മൊത്തം 17 സീറ്റുകളിൽ 9, 4, 3, 1 എന്നതായിരുന്നു കണക്ക്. ഇത്തവണ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം എന്ന് നമുക്കൊന്ന് വളരെ വേഗം പരിശോധിച്ചു വരാം. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം BRSന് കുറയുന്നു, അതെ, INCക്ക് കൂടുന്നു, BJPക്കും കൂടുന്നു, BJPക്ക് ഒന്ന് കുറഞ്ഞു, 4-ൽ നിന്ന് 3-ലേക്ക് എത്തി. AMIM 1 സീറ്റിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ 3, 3, 10, 1 എന്നതാണ് തെലങ്കാനയിലെ ഇന്ത്യ ടുഡേ സർവേ പ്രകാരം. BRSന് നഷ്ടം സംഭവിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സീറ്റുകളിലേക്ക് പോകുന്നു. അതായത് നിയമസഭയിലെ പ്രകടനം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആവർത്തിക്കുന്നു ലോക്സഭയിലും എന്നതാണ് തെലങ്കാനയിലെ ഇന്ത്യ ടുഡേ സർവേ റിസൾട്ട് പറയുന്നത്. BJPക്ക് അവിടെയുള്ള 4 സീറ്റുകളിൽ 1 കുറയുന്നു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ BRS 3 ഉണ്ട്. ആ BRSനെ ഒപ്പം കൂട്ടാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. BRS പ്ലസ് BJP പിന്നെ AMIMന്റെ തന്ത്രപരമായ വോട്ട് ഡിവിഷൻ കൂടി ചേർത്താൽ ഒരുപക്ഷെ 6 സീറ്റുകൾ വരെ NDA മുന്നണിക്ക് അവിടെ കിട്ടാം, BRSനെ ഒപ്പം ചേർത്താൽ. ഇനി ടൈംസ് നൗവിന്റെ കൂടി ഇത്തവണത്തെ ഫലസൂചന നോക്കാം. എന്താണ് പ്രീ പോൾ സർവേ പ്രകാരം ടൈംസ് നൗ പറയുന്നത്? BRSന് 2 പറയുന്നത്, പക്ഷെ BJPക്ക് 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 9. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻതൂക്കം 2 സർവേകളും പ്രവചിക്കുന്നുണ്ട്. BRSന് അവിടെ പിന്നോക്കം പോകേണ്ടി വരുന്നു എന്നുള്ളത്. BJPക്ക് 3 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റ്. എനിക്കൊന്ന് ശരാശരി കഴിഞ്ഞ തവണത്തെ അതേ വോട്ട് ഷെയർ വലിയ നഷ്ടം അവർക്ക് സംഭവിക്കുന്നതായി ഒന്നും വലിയ നഷ്ടം സംഭവിക്കുന്നില്ല. തെലങ്കാനയിൽ BJPക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നില്ല, എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മുൻതൂക്കം കിട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നു. ഇനി കർണാടക കൂടി നമുക്കൊന്ന് വളരെ വേഗം പരിശോധിച്ചു വരാം. കഴിഞ്ഞ തവണ BJP 28-ൽ 25 കൊണ്ടുപോയ സ്റ്റേറ്റ് ആണ് കർണാടക. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് അതെ, BJP 25, കോൺഗ്രസ് 1, JDS 1, മറ്റുള്ളവർ 1. അതായത് കഴിഞ്ഞ തവണ ഒരു തൂത്തുവാരുന്ന പ്രതീതി അവിടെ BJPക്ക് കൈവരിക്കാൻ കഴിയുന്നു. പക്ഷേ ഇപ്പോൾ DKയും സിദ്ധരാമയ്യയും ഒക്കെ ഏകദേശം നല്ല ഒരു കോംബോ ആയി മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ട്. JDS മാറിയതിന്റെ ഫലം കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കർണാടക ഈസ് നോട്ട് ദ സെയിം. കർണാടക പഴയ കർണാടകയല്ല സുജയ. ഇത്തവണ മാറിയിട്ടുണ്ട് കർണാടക. നിയമസഭയിലേക്ക് എങ്ങനെയാണോ രേവന്ത് റെഡ്ഡി തെലങ്കാനയെ മാറ്റിമറിച്ചത്, അതേപോലെ സിദ്ധരാമയ്യയും DK ശിവകുമാറും കർണാടകയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പ്രകടനം ലോക്സഭയിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നമുക്ക് നോക്കാം ഇന്ത്യ ടുഡേ സർവേ. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം കർണാടക 2024-ൽ 2 ചോയ്സുകൾ മാത്രം ഇന്ത്യ മുന്നണി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ
NDA 24. അതായത് ലോക്സഭയിലേക്ക് എത്തിയാൽ NDAക്ക് 24 സീറ്റുകൾ കിട്ടും. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് മാത്രം കുറയുന്നുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് ഒരു സീറ്റ് മാത്രമാണെന്ന് ഓർമ്മിക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബാക്കി JDS, ഇത്തവണ NDAയുടെ ഭാഗമായിട്ട് JDSഉം ഉണ്ട്. അതുകൊണ്ട് 24 സീറ്റുകൾ, JDSന്റെ സീറ്റുകൾ കൂടി ചേർത്താണ് NDA 24 സീറ്റുകൾ വരുന്നത്. ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നത് 4 സീറ്റുകൾ മാത്രമാണ്. അതായത് കർണാടകയിൽ, സൗത്ത് ഇന്ത്യയിൽ, കർണാടകയിൽ മാത്രമായിരിക്കും BJP തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പോകുന്നത്. ഇപ്പോൾ 24 തെലങ്കാനയിൽ 3 അല്ലെങ്കിൽ 5. അതെ, അപ്പോൾ തെലങ്കാനയിൽ 3 അല്ലെങ്കിൽ 5 വളരെ പ്രധാനപ്പെട്ടതാണ്. 17 സീറ്റുകൾ ലഭിക്കാൻ പോകുന്നത് ഒരു പക്ഷേ TDPയുടെ 17 സീറ്റുകൾ കൂടി കിട്ടിയാൽ ആന്ധ്രാപ്രദേശിലും. അങ്ങനെ വന്നാൽ കണക്കുകൾ വ്യത്യസ്തമാണ്. തെക്കേ ഇന്ത്യയിലേക്ക് BJP NDA കടന്നു കയറുന്നു. ഇനിയുള്ള നീക്കങ്ങൾ അത്രയും പ്രതീക്ഷിക്കാമോ? ടൈംസ് നൗ കൂടി ഒന്ന് നോക്കാം. ടൈംസ് നൗവിന്റെ കണക്കുകൾ എന്താണ് പ്രൊഡിക്ട് ചെയ്ത് നോക്കാം. സെയിം ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവുന്നില്ല. എക്സാക്ട്ലി സെയിം. NDA 23, ഇന്ത്യ ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണി വളരെ കൃത്യമാണ് സുജിയ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ ഇതേ സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആണ് കിട്ടിയത്. സ്പ്ലിറ്റ് വെർഡിക്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിലേക്കൊന്നും ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള അഭിപ്രായത്തിന് കർണാടകയിലെ വോട്ടർമാർ അഭിപ്രായപ്പെട്ടത് സംസ്ഥാന നിയമസഭയിലേക്ക് അവർ കോൺഗ്രസിനെയും, കാരണം ആന്റി ഇൻകുംബൻസി ശക്തമായിരുന്നു സംസ്ഥാനത്ത് BJP സർക്കാരിനെതിരെ. എന്നാൽ ദേശീയ തലത്തിൽ NDAക്ക് അനുകൂലമായിരിക്കും. ഒരേ ഒരു ലീഡറെ കർണാടകയിൽ ഇന്നിപ്പോൾ ദേശീയ തലത്തിലുള്ളൂ. That is none other than നരേന്ദ്രമോദി. എന്നാൽ സംസ്ഥാന തലത്തിൽ അങ്ങനെയല്ല, ഒരു ലീഡറെ അവർക്കുള്ളൂ. അത് സിദ്ധരാമയ്യ. യെദ്യൂരപ്പ കഴിഞ്ഞാൽ സിദ്ധരാമയ്യ ഓ DK ശിവകുമാർ. അതാണ് ഇപ്പോൾ കർണാടകയിലെ സ്ഥിതി. അത് വളരെ വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടിലും. ഇനി ആനന്ദ് കൊച്ചുകൂടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കർണാടക, തെലങ്കാന നമുക്ക് വിശദമായി തന്നെ നോക്കാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇപ്പോഴത്തെ പ്രൊജക്ഷൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മാജിക് ഫിഗറിലേക്ക് എത്താൻ കഴിയുന്നില്ല. തെലങ്കാനയിൽ നമ്മൾ അതിന്റെ ഒരു പ്രതിഫലനം കാണുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ. പക്ഷേ ആന്ധ്രയിൽ നമ്മൾ ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഏത് തരത്തിലായിരിക്കും 2019 വലിയൊരു എഡ്ജ് എടുക്കാൻ ഒരു മുന്നണിയായി രൂപാന്തരം പ്രാപിച്ച ഇന്ത്യ ബ്ലോക്കിന് കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണോ ഈ പ്രൊജക്ഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക മുന്നണിയാണ്. അത് കേരളത്തിൽ എങ്ങനെയാണോ സാങ്കല്പികം, മറ്റ് പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ സാങ്കല്പികമാണ്. അത് ഇപ്പോൾ നിലവിൽ ഇല്ല. അത് അവർ കൂടിയിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന ഒരു നേതാക്കൾ കൂടിയിരുന്ന് ചായ കുടിച്ചാൽ ഒരു മുന്നണിയാകില്ലല്ലോ. എന്തായാലും ഈ സംസ്ഥാനങ്ങളിലേക്ക് വരാം. കർണാടകവും തെലങ്കാനയിലെ കാര്യമെടുത്താൽ, തെലങ്കാന ഇപ്പോൾ 2-3 മാസം മുൻപാണ് അവിടെ ഇലക്ഷൻ നടന്നതും കോൺഗ്രസ് വിജയിച്ചതും. അവിടെ ഒരു ഹണിമൂൺ പീരീഡാണ് ആ സർക്കാരിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു എഡ്ജുണ്ട്. ഇപ്പോൾ നിങ്ങൾ പത്രങ്ങൾ ദിവസം നോക്കുകയാണെങ്കിൽ ദേശീയ ദിനപത്രങ്ങളിൽ കാണാം, ഓരോ ദിവസവും ഓരോ നേതാക്കൾ BRSൽ നിന്ന്, അല്ലെങ്കിൽ BRS പറയണോ TRS പറയണോ, ഭാരത രാഷ്ട്ര സമിതിയായി മാറിയിട്ടുണ്ട്. തെലങ്കാന രാഷ്ട്ര സമിതി. ഇനിയിപ്പോൾ തിരിച്ച് അവർ തെലങ്കാനയിൽ പോലും കഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ തിരിച്ച് TRS എന്നാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരുടെ നേതാക്കൾ, മുൻ മന്ത്രിമാരടക്കം മുൻ MP-മാരടക്കം സിറ്റിംഗ് MP-മാരടക്കം കോൺഗ്രസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ BJPയുടെ വോട്ട് ശതമാനം അവിടെ ഗണ്യമായിട്ട് കുറയുന്നില്ല. BJPക്ക് അവിടെ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിലാണ് അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയനെ മാറ്റി അവിടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന G. കിഷൻ റെഡ്ഡിയെ തെലങ്കാനയുടെ BJP അധ്യക്ഷനാക്കി മാറ്റിയത്. അപ്പോഴാണ് ആ മൊമെൻറ്റം മാറുന്നത്. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആ ഭരണവിരുദ്ധ വികാരം അനുകൂലമായി മാറുന്നതും. അവിടെ BRSഉം BJPയും തമ്മിൽ ഒരു അന്തർധാര, കേരളത്തിൽ എങ്ങനെയാണോ CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നത്, അതുപോലെ ഒരു സംശയം അവിടെ ജനങ്ങളുടെ ഉള്ളിൽ വരികയും അങ്ങനെ അത് കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. ആ സ്ഥിതി ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഇപ്പോൾ കർണാടകത്തിൽ എങ്ങനെയാണോ BJP JDSുമായിട്ട് ടൈപ്പ് നടത്തിയത്, അതുപോലെ അവിടെ BRSുമായിട്ടൊരു സഖ്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു കാര്യമാണ്. അങ്ങനെ വന്നാൽ വീണ്ടും BJPക്ക് വീണ്ടും അനുകൂലമാകുന്ന ഒരു ഘടകമുണ്ട്. കർണാടകത്തിലേക്ക് വന്നാൽ കർണാടകത്തിൻ്റെ സ്ഥിതി നമുക്ക് അറിയാം. 1984 മുതൽ 84-ൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന, അല്ലെങ്കിൽ അസാസിനേഷന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് അവിടെ തൂത്തുവാരുകയാണ്. പക്ഷേ 3 മാസം കഴിഞ്ഞ് നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജനതാ പാർട്ടിയാണ് അവിടെ വിജയിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടതാണ്. 2018-ൽ അവിടെ കോൺഗ്രസും JDSന്റെ ഒരു ഏച്ചുകെട്ടിയ സർക്കാർ അവിടെ നിലവിൽ വരുന്നു. 2019 ലോക്സഭാ ഇലക്ഷനിൽ BJP അവിടെ തൂത്തുവായിരുന്നു. 50% കൂടുതലാണ് കർണാടകത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ശതമാനം. അതിപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു. ഇപ്പോൾ JDSനെ BJP കൂടെ കൂട്ടുന്നു. കാരണം ഇപ്പോൾ കോൺഗ്രസിന് അവിടെയുള്ള സർക്കാർ കുറച്ചുകൂടി ശക്തമാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ചില പാളിച്ചകൾ വരികയും BJPക്ക് ആ സംസ്ഥാന ഇലക്ഷൻ നടന്ന സമയത്തേക്കാൾ അവർ
പലതരത്തിൽ അവിടെ അവരുടെ വീഴ്ചകൾ പരിഹരിക്കുക. ഉദാഹരണത്തിന് അവിടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ നിലവിലില്ലാത്ത, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ മാറ്റുന്ന ഘട്ടത്തിൽ എത്തിയിട്ട് അവിടെ ഒരു സംസ്ഥാന അധ്യക്ഷനില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. നളീൻ കുമാർ കട്ടീലിനെ അദ്ദേഹത്തിന്റെ ടേം കഴിയുകയും പിന്നെ ഇപ്പോൾ യെഡിയൂരപ്പയുടെ മകനെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ലിംഗായത്ത് നേതാവായ ജഗദീഷ് ഷട്ടറിനെ പോലെയുള്ള ആൾക്കാരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും പിന്നെ കർണാടകത്തിൽ ഈ വോക്കലിക വോട്ടുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി ആനന്ദ് കൊച്ചുകൂടി വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് വളരെ ശ്രദ്ധേയ നിരീക്ഷണമാണ്. കൊച്ചുകൂടി വരും ദിവസങ്ങളിലും നമുക്ക് ഇതിന്റെ നിരീക്ഷണങ്ങൾ തുടരാം. ഈ സ്റ്റേറ്റ് കർണാടക വീണ്ടും നമുക്ക് എടുക്കേണ്ടി വരും. കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ ഘട്ടത്തിൽ എത്തിക്കുകയും ചെയ്യാം. നിരീക്ഷിച്ചതുപോലെ വളരെ കൃത്യമാണ്. ലിംഗായത്ത് വൊക്കലിംഗ വിഭാഗത്തിൽ ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകനെത്തുന്നു. ജഗദീഷ് ഷട്ടാർ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തുന്നു. യെദ്യൂരപ്പയുടെ അഭാവത്തെ മറികടക്കാൻ അവർക്കൊരു നേതാവിനെ വേണമായിരുന്നു. ജഗദീഷ് ഷട്ടാറുണ്ട്, യെദ്യൂരപ്പയുടെ മകനുണ്ട്, ലിംഗായത്ത കമ്മ്യൂണിറ്റി ഒപ്പമുണ്ട്. ഇനി കണ്ടറിയണം എന്ത് സംഭവിക്കും കർണാടകയിൽ നിന്ന്. നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ? തീർച്ചയായും. തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ആത്മവിശ്വാസം തീരെയില്ല എന്നാണ് സിറ്റിംഗ് MP ശശി തരൂർ പറയുന്നത്. അതെ, അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ പേരുകളുമായി വരുന്നത്. തനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും ശശി തരൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ പ്രശ്നങ്ങളില്ല, എല്ലാം ജനങ്ങൾക്കറിയാമെന്ന ആത്മവിശ്വാസവും ശശി തരൂർ റിപ്പോർട്ടറിനോട്. UDFന്റെ സിറ്റിംഗ് MP വിശ്വപൗരൻ കൂടിയായ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് പിടിച്ചുകെട്ടാൻ BJP ദേശീയ നേതാക്കളെ ഇറക്കുന്നുവെന്നാണ് വാർത്തകൾ. അങ്ങനെയെങ്കിൽ ശശി തരൂരിന് ഭയമുണ്ടോ? ഓരോരോ ദിവസം ഓരോരോ പേര് കേൾക്കുന്നു. എല്ലാം BJPക്കാർ ഫ്ലോട്ട് ചെയ്യണം. നമ്മൾ ആരൊക്കെയാണ് കേട്ടിരിക്കുന്നത്? ജയശങ്കറെ കേട്ടു, സീതാരാമനെ കേട്ടു, രാജീവ് ചന്ദ്രശേഖരെ കേട്ടു. അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഒരു മലയാളിയാണല്ലോ. നരേന്ദ്രമോദിയുടെ പേരും കൂടി കേട്ടു. എടീക്കോട് സോമനാഥ് ഇസ്രോ ചെയർമാൻ്റെ പേര് കേട്ടു. അപ്പം നമ്മൾ ഈ പേരുകളൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഇത്ര ഡെസ്പറേറ്റ് ആണോ, അതോ അവർക്ക് തീരെ ആത്മവിശ്വാസം ഇല്ലാതെയാണോ ഇങ്ങനെയുള്ള പേരുകളെ കൊണ്ടുവരാൻ? എനിക്കറിയില്ല. പക്ഷേ അവർ അവസാനത്തെ ഏത് പേര് കൊണ്ടുവന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രചരണത്തിൽ ഒരു വ്യത്യാസവും വരില്ല. കഴിഞ്ഞ തവണ ഹാട്രിക് വിജയം തേടിയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള തിരിച്ചടികളായിരുന്നു. ശശി തരൂരിന് വേണ്ടി പോസ്റ്റർ എഴുതാനും അതുപോലെ തന്നെ അഭ്യർത്ഥനകൾ വീട്ടിലെത്തിക്കാനുമൊന്നും ആളുണ്ടായില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്ന പ്രശ്നം. പക്ഷേ ഇത്തവണ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ശശി തരൂരിന് മറുപടിയുണ്ട്. നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്കിത് തുടരണോ, ആഗ്രഹമുണ്ടോ, ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് കാണണമെന്നുണ്ടോ? അത് മതി, അത് ഞങ്ങൾ ചോദിച്ചോളാം. ആത്മവിശ്വാസം ഉണ്ട്. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 15 വർഷക്കാലം ഞാൻ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചിട്ടല്ല രാഷ്ട്രീയം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിക്ക് പോകാൻ തരൂരിന് പറ്റുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്: ഇറങ്ങിയാലും കയറിയാലും ഇവിടെ നടക്കുന്നത് നല്ല കനത്ത മത്സരമായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അപ്പോൾ വരാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിലോ മഹാഭാരത യുദ്ധമാണ്. ഒരു ഭാഗത്ത് ഭാരതം, ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ആരൊക്കെ ഇന്ത്യക്കൊപ്പം, ആരൊക്കെ ഭാരതത്തിനൊപ്പം എന്നൊരു ചോദ്യമാണ്. അവസാനം ഭാരതം ജയിച്ചാൽ മതിയായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയാണോ ജയിക്കുന്നത് എന്ന രാഷ്ട്രീയ ചോദ്യവും മറുഭാഗത്തുണ്ട്. We the people of India എന്നതാണോ ജയിക്കുക, ഭാരത് എന്നതാണോ മാറുക എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്നാലും ഇന്ത്യ മുന്നണിയിൽ വരും എന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകൾ ഇപ്പോൾ ചാഞ്ചാടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ചിലർ നേരെ ഭാരതത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അത് രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകൾ. അതിലൊന്ന് നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു, ഭാരതം വലുതാകുന്നു. TDP ചന്ദ്രബാബു നായിഡു ഭാരതം വലുതാകുന്നു. അപ്പോൾ ഇന്ത്യ ചുരുങ്ങുന്നു. അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കൺസേൺ. ഇന്ത്യ ചുരുങ്ങുകയാണോ, ഇന്ത്യ വളരുകയാണോ? ഇനി എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് ഈ പ്രീപോൾ സർവേകളിൽ നമുക്ക് വ്യക്തമല്ല. അടിയൊഴുക്കുകൾ എന്തെന്നറിയില്ല. മൂഡ് ഓഫ് ദ നേഷൻ മാറും. യെസ്, ഇന്ത്യ ഷൈനിങ് എന്നൊരു ക്യാമ്പയിനുമായി 2004 വന്നതാണ്. പക്ഷേ ആ ക്യാമ്പയിൻ എടുത്ത് ജനങ്ങൾ തോട്ടിലെറിഞ്ഞു. പക്ഷേ അതേപോലെ തോട്ടിലെറിയുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഒട്ടേറെ കണക്കുകൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. വരും ദിവസങ്ങളിൽ മഹാഭാരത യുദ്ധം ആ കണക്കുകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, മഹാഭാരത യുദ്ധം. ഇനി വീണ്ടും കാണാം നാളെ രാത്രി 7 മണിക്ക്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.